ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്ര പഠിച്ച പണി 18 നോക്കുന്നുണ്ട് ശ്രീകാന്തിനെയും വർഷനെയും കൊണ്ടുവരാനായിട്ട്. അവസാനം ഇനി ശ്രീകാന്തും വർഷയും വരാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കൂല, പട്ടിണി കിടന്ന് ചാവും എന്നൊക്കെ പറയുകയാണേ. എന്നാലും ആരും തന്നെ ശ്രീകാന്തിനെയും വർഷനെയും പോയി വിളിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. ഇതേ സമയം ചന്ദ്ര പട്ടിണിയാണെന്ന് അറിഞ്ഞ് എന്നെ സച്ചി ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വരാണ്ടോ. വീട്ടിലുള്ള എല്ലാവർക്കും ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇല വെട്ടി അതിൽ നിരത്തി ബിരിയാണി വെക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, ഇത് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല അച്ഛാ, ഇത് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചതൊന്നുമല്ല, ഇതൊരു പ്രസാദമാണ്, പ്രസാദം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രനെ ഇങ്ങനെ നോക്കുകയാണ്. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സൈഡിൽ പോയിട്ട് ഇരിക്കുന്നുണ്ട്. ചന്ദ്രയ്ക്ക് ബിരിയാണിയൊക്കെ വലിയ ഇഷ്ടമാണല്ലോ. ചന്ദ്ര കൊതിയോട് കൂടിയിട്ട് ഇങ്ങനെ വെള്ളം ഇറക്കി തന്നെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം ചന്ദ്രന് മുന്നിൽ വെച്ച് തന്നെ കഴിക്കുകയാണ് കേട്ടോ. ചന്ദ്രയ്ക്കാണെന്നുണ്ടെങ്കിൽ കഴിക്കണം എന്നുണ്ട്, പക്ഷേ എങ്കിലും വെള്ളം പോലും കുടിക്കില്ല. മാത്രമല്ല ശ്രീകാന്തിനെ വർഷം ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണമല്ലോ, അതുകൊണ്ട് തന്നെ ചന്ദ്ര കഴിക്കുന്നില്ല. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞിട്ട് കേട്ടോ, അച്ഛൻ വരുന്നില്ലാത്തതിൻ്റെ പേരിൽ. അപ്പോൾ എന്തായാലും ശ്രുതി ഭയങ്കരമായിട്ട് കരയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ വീണ്ടും മീരയുടെ അഭിപ്രായ പ്രകാരം ഒരാളെ ഇറക്കാനായിട്ട് തയ്യാറാവണം. അത് വേറെ ആരുള്ള ബീരാൻ തന്നെയാണ്. അപ്പോൾ അയാൾ മതി, അയാളാകുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ബീരാനെ ഇറക്കാണ് കേട്ടോ. അപ്പോൾ ബീരാനാണെന്നുണ്ടെങ്കിൽ വീണ്ടും വരികയാണ്. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ വരവിൽ സച്ചി ഉറപ്പായിട്ട് ബീരാനെ പിടികൂടുന്നുള്ള കാര്യം ഉറപ്പാണ്. അന്നേ തന്നെ നല്ല സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.